നന്മ 24 ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വയനാട് രക്ഷാദൗത്യത്തിലേർപ്പെട്ട തൃക്കാക്കര അഗ്നിരക്ഷാ സേനാംഗങ്ങളെ ACT കേരള ആദരിച്ചു. കാക്കനാട് നടന്ന സ്നേഹസംഗമം പരിപാടിയിൽ വെച്ചാണ് ആദരിച്ചത്. ഏകദേശം വൈകിട്ടായപ്പോഴാണ് നമ്മൾ സ്പോട്ടിലേക്ക് എത്തുന്നത്. ഇതിൽ പ്രധാനമായിട്ടും പറയുന്ന ഒരു കാര്യം, കൽപ്പറ്റ സ്റ്റേഷന്റെ പരിധിയിലാണ് ഈ ഉരുൾപൊട്ടലുണ്ടായ മേഖല എന്ന് പറയുന്നത്, ചൂരൽമല ഭാഗം. അപ്പോൾ കൽപ്പറ്റ നിലയത്തിൽ നിന്നുള്ള സ്റ്റേഷൻ പരിധിയിലുള്ള അംഗങ്ങളാണ്, ഫയർഫോഴ്സിന്റെ അംഗങ്ങളാണ് ആദ്യം ഈ ദുരന്തമുഖത്തേക്ക് ഓടിയെത്തുന്നത്. തലേ ദിവസം നമ്മളൊരു വാണിംഗ് കൊടുത്തായിരുന്നു, പക്ഷേ അവിടെയുള്ള ജനങ്ങൾ അത് സ്വീകരിച്ചില്ലെന്നാണ് പറയാം. ഇങ്ങനെ ഉരുൾപൊട്ടി വരുമ്പോൾ ഏകദേശം ഒരു 3 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ ഉരുൾപൊട്ടി. അപ്പോൾ ഇത് താഴത്തേക്ക് വരില്ല എന്നുള്ളൊരു വിശ്വാസത്തിലായിരുന്നു അവിടെയുള്ള ആൾക്കാരെല്ലാവരും നിന്നത്. ജനവാസ മേഖലയാണ്. ഏകദേശം ഒരു പഞ്ചായത്ത് മുഴുവനുണ്ട്. ചൂരൽമല പഞ്ചായത്ത് കംപ്ലീറ്റ് നശിച്ചുപോയ ഒരു അവസ്ഥയാണ്. അപ്പോൾ അവരുടെ നമ്മൾ ഓൾറെഡി വാണിംഗ് കൊടുത്തു, അവരാരും അവിടെ പോയില്ല. പിന്നെ അവിടെ ചെല്ലുമ്പോൾ ഏകദേശം രാവിലെ ഞങ്ങൾ 1-ാം തീയതി രാവിലെയാണ് ഞങ്ങൾ അവിടെ ചെയ്യുന്നത്. അപ്പോൾ അതിന് മുന്നേ തന്നെ ഈ കൽപ്പറ്റ നിലയിൽ നിന്നുള്ള അംഗങ്ങൾ, നമ്മുടെ ഫയർഫോഴ്സ്, നമ്മുടെ സഹപ്രവർത്തകരെ അവിടെ ഒരു ലാഡർ വെച്ചൊരു താൽക്കാലിക പാലം നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു. ഈ പാലത്തിലൂടെയാണ് ആദ്യ സമയത്തുള്ള രക്ഷാപ്രവർത്തനം നമ്മൾ ചെയ്യുന്നത്. ആ പാലത്തിലൂടെ ഏകദേശം നമ്മൾ 800ഓളം ആൾക്കാരെ അവിടെ രക്ഷപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം ഞങ്ങളും ചെന്നതിന് ശേഷം 1-ാം തീയതി രാവിലെ ഞങ്ങൾ അവിടെ ചെല്ലുന്നു. അപ്പോൾ നേരെ ഓരോ മേഖലയായിട്ട് നമ്മൾ തിരിച്ചു ഓരോ മേഖലയിലും സെർച്ചിങ്ങിനായിട്ട് വിടുകയാണ് ഉണ്ടായത്. അതൊരു ദയനീയ അവസ്ഥയാണ്. ഇനി നമ്മുടെ ഈ കേരളത്തിൽ ഇങ്ങനെയുള്ള ഒരു ദയനീയ അവസ്ഥ ഇനി ഉണ്ടാകാതിരിക്കട്ടെ. ഉരുൾപൊട്ടൽ എന്ന് പറയുന്നത് നമ്മുടെ കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയൊരു ഉരുൾപൊട്ടലായിരുന്നു. ഇപ്പോഴും ഏകദേശം 75ഓളം ആൾക്കാരെ കിട്ടാനുണ്ട്. ആ മേഖല കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അതുപോലെ ഒരു ഏകദേശം ഇതിന്റെ ഏറ്റവും മുകൾ ഭാഗം എന്ന് പറയുന്നത് കുഞ്ചിരിമറ്റം എന്ന് പറയുന്ന ഒരു ഏരിയയാണ്. അവിടുന്ന് താഴത്തേക്ക് ഏകദേശം ഒരു 3-3.5 കിലോമീറ്ററോളം ഡിസ്റ്റൻസിൽ കംപ്ലീറ്റ് നശിച്ചുപോയി. അതായത് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് 2 സ്കൂളുകളുണ്ട്. ഒരു LP സ്കൂളുണ്ട്, അതുപോലെ തന്നെ ഒരു ഹയർ സെക്കൻഡറി സ്കൂളുണ്ട്. LP സ്കൂളിന്റെ പരിസരത്താണ് ആദ്യത്തെ ദിവസം നമ്മുടെ സെർച്ച്. അപ്പോൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ നമ്മൾ ചെല്ലുന്ന സമയത്ത് നമുക്ക് എക്യുപ്മെന്റ്സ് ആയിട്ട് നമ്മുടെ കയ്യിൽ ചെറിയ ചെറിയ എക്യുപ്മെന്റ്സ് മാത്രമല്ല, ഇതിന്റെ അടിയിൽ നമുക്ക് സെർച്ച് ചെയ്യാൻ വേറെ ഓപ്ഷനൊന്നുമില്ല. സെർച്ച് ചെയ്യാൻ നമുക്ക് വേറെ ഹെവി ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് ഒന്നും അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ ഹാൻഡും അതുപോലെ തന്നെ ചെറിയ ചെറിയ പിക്കാക്സ്, അതുപോലെ മൺവെട്ടി, ഇങ്ങനെയുള്ള ഉപകരണങ്ങൾ കൊണ്ടാണ് ആദ്യം സെർച്ച് ചെയ്ത് നമ്മൾ ഓരോ ബോഡിയുടെ ഭാഗങ്ങൾ കാണുമ്പോൾ തന്നെ നമ്മൾ അവരെ ഓരോ ബോഡി എടുക്കുക എന്നുള്ളതിനേക്കാളും ആദ്യം ആംബുലൻസിന് പോവുകയും ആദ്യം ജീവനുണ്ടോ ഇല്ലെന്ന് അറിയില്ല. ആംബുലൻസ് പോവുകയും ശേഷം ആംബുലൻസ് വന്നതിന് ശേഷം അദ്ദേഹത്തെ എടുത്ത് നമ്മൾ ബോഡി ബാഗിലാക്കി നേരെ സ്പോട്ടിൽ നിന്ന് നേരെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുകയുണ്ടായത്. ആദ്യം ഞാൻ ചെന്ന ഫസ്റ്റ് ഡ്യൂട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് ചെല്ലുന്നത് മുണ്ടക്കൈ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് നമ്മൾ ചെല്ലുന്നത്. അവിടെ ചെന്ന് നമ്മളിങ്ങനെ വടി കുത്തി വെച്ചിട്ടാണ് നടന്നു പോകുന്നത്. വടി കുത്തുമ്പോൾ അതിൽ വന്നിട്ട് കുഴിയാണോ എന്താണെന്ന് അറിഞ്ഞിട്ടേ നമുക്ക് കാല് കുത്താൻ പറ്റൂ. ഒരു ഐഡിയ ഇല്ല, എങ്ങനെയാണ് ഏതാണ് ഒന്നും അറിയാത്ത ഒരു ഇതാ. അപ്പൊ കുത്തുമ്പോൾ അത് കുഴി അല്ലെങ്കിൽ നമ്മൾ കാല് വെക്കാം, അങ്ങനെയുള്ള ഒരു ഇതിലേക്ക് നമ്മൾ പോകുന്നത്. അങ്ങനെ വെച്ച് നമ്മൾ കൈ കൊണ്ട് ഇതൊക്കെ മാന്തി എടുക്കുമ്പോഴാണ് ആദ്യം എടുക്കുന്നത് ഒരു ബോഡിയാണ്, മെയിൽ ബോഡിയാണ് നമ്മൾ എടുക്കുന്നത്. അതിൽ ഒരു കാലില്ല. ശരിക്കും അവരൊക്കെ വന്നിട്ട് രാത്രി ഉറങ്ങുന്ന സമയത്ത് എല്ലാവരും കുടുംബാംഗങ്ങളുമായും ഒരുമിച്ച് ഇരുന്ന് ഭക്ഷണം കഴിച്ച് ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, അറ്റ്ലീസ്റ്റ് നമ്മൾ രാവിലെ നേരം വെളുത്തിട്ടൊക്കെയാണ് പകലിലൊക്കെയാണ് ഈ സംഭവം നടക്കുന്നതെങ്കിൽ ഓടിയെങ്കിലും രക്ഷപ്പെടാം. ഇത് ഉറക്കത്തില്, അതും 2 മണി 3 മണി എന്ന് പറയുന്ന സമയം എന്ന് പറയുന്നത് എല്ലാവരും നല്ലോണം ഉറങ്ങുന്ന സമയമാണ്. ആ സമയത്ത് ഇത് നടക്കുമ്പോൾ
അവർ വിചാരിക്കാനോ എന്ത് ചെയ്യണം എന്ന് അവർക്ക് ചിന്തിക്കാൻ ഒരു സെക്കൻഡാണ് നടന്നത്. ഇങ്ങനെയുള്ള ഒരു സന്നദ്ധ പ്രവർത്തകരെ ആദരിക്കുന്ന ചടങ്ങ് ആദ്യമായിട്ടാണ് ആക്ട് സംഘടിപ്പിച്ചിരിക്കുന്നതെന്ന് എൻ്റെ വിശ്വാസം. കാരണം നമ്മൾ ആർട്സ് ആൻഡ് കൾച്ചർ തിയേറ്റർ കലാകാരന്മാരെ മാത്രമല്ല സമൂഹത്തിൽ നന്മ ചെയ്യുന്നവരെയും കൂടി നമ്മൾ ചേർത്ത് നിർത്തുന്ന ഒരു സ്വഭാവമാണ് ആക്ട് കേരളയ്ക്കുള്ളത്. ഞാനൊരു ചെറിയ ഉദാഹരണം പറഞ്ഞേക്കാം. അതായത് കോവിഡ് കാലത്ത് ഈ സിവിൽ വളണ്ടിയേഴ്സ് ഉണ്ടല്ലോ, അതിലെ ഒരു വ്യക്തി, അതായത് മാൻകുട്ടി, അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു 10 ആളുകൾ, ഞാൻ ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് വ്യക്തമായിട്ട് അറിയാം, അവർ വളരെ കിറ്റൊക്കെ ഇട്ടിട്ട് കോവിഡ് കാലത്ത് ബോഡി സംസ്കരിക്കാനൊക്കെ തയ്യാറായിട്ട് വന്നു എന്നുള്ളതാണ്. നമ്മൾ ആരും അടുക്കാത്തൊരു സംഭവമാണ്, ആരും വരില്ല. ആ അവസരത്തിൽ ബോഡി പോലും അവർ ഹോസ്പിറ്റലിൽ വന്നിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ മഹത്തായ സേവനം അനുഷ്ഠിക്കുന്ന ഒരു വിഭാഗമാണ് ഫയർ ആൻഡ് റെസ്ക്യൂയും അതോടൊപ്പം തന്നെ ഇതുപോലുള്ള സന്നദ്ധ പ്രവർത്തകർ. അവരോട് നാം കടപ്പെട്ടിരിക്കുന്നു. നമ്മൾ എത്ര നന്ദി പറഞ്ഞാലും തീരുന്നില്ല. തീർച്ചയായിട്ടും നമ്മൾ ഇങ്ങനെയുള്ള സന്നദ്ധ പ്രവർത്തകരുടെ എണ്ണം ഇനിയും കൂടേണ്ടതുണ്ട്. ഇതിൻ്റെ ഒരു പ്രചോദനമായിട്ടാണ് നമ്മൾ ആക്ട് കേരള ഈ വിഭാഗത്തെ നമ്മൾ ചേർത്ത് നിർത്താൻ ശ്രമിച്ചത്.